ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെ വീഴ്ത്തി കിരീടപ്പോരിൽ പ്രതീക്ഷ നിലനിർത്തി മാഞ്ചസ്റ്റർ സിറ്റി. എതിരില്ലാത്ത 2 ഗോളിനാണ് പെപ് ഗാർഡിയോളയുടെ സംഘം ജയിച്ചു കയറിയത്. ജോസ്കോ ഗാർഡിയോളും പരിക്കുമാറിയെത്തിയ എർലിംഗ് ഹാലൻഡുമാണ് സിറ്റിക്കായി ലക്ഷ്യം കണ്ടത്. 2 ഗോളിനും വഴിയൊരുക്കിയത് കെവിൻ ഡി ബ്രൂയിനെയായിരുന്നു. 32-ാം മിനിറ്റിലാണ് സിറ്റി ലീഡ് നേടിയത്. ഡി ബ്രൂയിനെ എടുത്ത കോർണർ കിക്ക് തകർപ്പൻ ഹെഡറിലൂടെ ഗാർഡിയോൾ എതിർ പോസ്റ്റിലെത്തിക്കുകയായിരുന്നു. 71-ാം മിനിറ്റിലായിരുന്നു ഹാളണ്ടിന്റെ ഗോൾ. പരിക്ക് കാരണം 2 മത്സരങ്ങളിൽ നിന്ന് വിട്ടുനിന്ന ഹാളണ്ട് 62-ാം മിനിറ്റിൽ പകരക്കാരനായി എത്തിയാണ് ഗോളോടെ തിരിച്ചുവരവ് ആഘോഷമാക്കിയത്. ടോട്ടനെതിരെ 2-3 ഗോളിന് തോൽപ്പിച്ചാണ് ആഴ്സണൽ 1-ാം സ്ഥാനം നിലനിർത്തിയത്. ആദ്യ പകുതിയിൽ 1/4 ഡസൻ ഗോളുകൾ എതിർവലയിൽ അടിച്ചു കയറ്റിയ ആഴ്സണൽ ഇടവേളയ്ക്ക് ശേഷം 2 തിരിച്ചു വാങ്ങിയെങ്കിലും ജയം വിട്ടുകൊടുത്തില്ല. മത്സരത്തിലുടനീളം ആധിപത്യം പുലർത്തിയിട്ടും തോറ്റുമടങ്ങാനായിരുന്നു ടോട്ടനാമിന്റെ വിധി. 15-ാം മിനിറ്റിൽ ബുക്കായോ സാക്ക എടുത്ത കോർണർ കിക്ക് പീറി ഹോയ്ബർഗ് സ്വന്തം വലയിൽ എത്തിച്ചതോടെ ആഴ്സണൽ ലീഡെടുത്തു. 27-ാം മിനിറ്റിൽ കായ വേർട്സിന്റെ അസിസ്റ്റിൽ ബുക്കായോ സാക്കയും 38-ാം മിനിറ്റിൽ ഹാവേർട്സും ലക്ഷ്യം കണ്ടതോടെ ആദ്യ പകുതിയിൽ ആഴ്സണൽ 3 ഗോളുകൾക്ക് മുന്നിലെത്തി. എന്നാൽ 2-ാം പകുതിയിൽ ആക്രമിച്ചു കളിച്ച ടോട്ടനം 64-ാം മിനിറ്റിൽ ക്രിസ്ത്യൻ റൊമേറോയിലൂടെ 1 ഗോൾ മടക്കി. നിശ്ചിത സമയം അവസാനിക്കാൻ 3 മിനിറ്റ് ശേഷിക്കെ ബെൻ ഡേവിസിനെ ഡെക്ലാൻ റൈസ് ഫൗൾ ചെയ്തതിന് ലഭിച്ച പെനാൽറ്റി വലയിലെത്തിച്ച് സോൺ ഹ്യൂമിൻ 2-ാം ഗോളും നേടിയെങ്കിലും തുടർന്ന് ആഴ്സണൽ പ്രതിരോധം ഭേദിക്കാൻ സ്പർസിനായില്ല. കിരീടപ്പോരിൽ മുമ്പിലുള്ള ആഴ്സണലിന് 35 മത്സരങ്ങളിൽ 80 പോയിന്റാണുള്ളത്. ഒരു മത്സരം കുറച്ച് കളിച്ച സിറ്റി 79 പോയിന്റുമായി തൊട്ടു പിന്നിലുണ്ട്. അടുത്ത മത്സരം ജയിച്ചു കയറിയാൽ സിറ്റിക്ക് 1-ാം സ്ഥാനത്തേക്ക് കയറാം. നിർണായക മത്സരങ്ങളിൽ തുടർ തോൽവിയും സമനിലയുമായി പിറകിൽ പോയ ലിവർപൂൾ 75 പോയിന്റുമായി 3-ാം സ്ഥാനത്താണ്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.